യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവം ഒരുങ്ങുന്നതായ ഈ അവസരത്തിൽ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ദൈവികമായ ദർശനങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായ കാര്യമാണല്ലോ. മാർ ഇവാനിയോസ് പിതാവിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെത്തുക സഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച, ത്യാഗപൂർവ്വം ജീവിതം നയിച്ച പ്രവാചകൻ എന്ന ആ വലിയൊരു ദർശനമാണ്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ സഭാദർശനം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുൻപ് തന്നെ വത്തിക്കാൻ കൗൺസിലിലെ സഭാദർശനങ്ങളോട് അനുയോജ്യമായി തീർന്നു, അല്ലെങ്കിൽ അതിന് പ്രചോദനമായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഒരു അതിശയോക്തിയല്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14 അധ്യായം 11 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. യേശുവിൻ്റെ ഈ പ്രാർത്ഥനയെ ശിരസാ വഹിച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നായിരിക്കുവാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഒരു താപസവര്യനായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ്. യാക്കോബായ സഭയിൽ ബഥനി ആശ്രമ മെത്രാപ്പൊലിത്ത ആയിരുന്ന ധന്യൻ മാർ ഇവാനിയോസിൻ്റെ നേതൃത്വത്തിൽ നടന്ന പുനരൈക്യം തുടക്കത്തിൽ അവഗണനയുടെയും ഏതു വിധേനയും ആ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തുക എന്ന കുതന്ത്രങ്ങളുടെയും നടുവിൽ വല്ലാതെ വീർപ്പുമുട്ടി. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പുനരൈക്യ പ്രസ്ഥാനം ഇന്ന് അതിൻ്റെ ശതാബ്ദിയിലേക്ക് കടക്കുന്നു എന്നുള്ളത്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്യുന്നു എന്നുള്ളത് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ലഭിച്ച ഈ ദർശനത്തിൻ്റെ ആധികാരികതയിലേക്ക് നമ്മളെ നയിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അവരും സത്യത്തിൽ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 21 വാക്യം: അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്ന പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും എന്ന ദർശനം ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മെത്രാഭിഷേകം മുതൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നാമ്പെടുത്തു വന്ന ഒരു ദൈവിക ദർശനമാണ്. അതിൻ്റെ ഫലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തത്. സഭൈക്യം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സഭൈക്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഏകവും വിശുദ്ധവും കാതോലികവും അപ്പസ്തോലികവും എന്ന് വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്ന ക്രിസ്തുവിൻ്റെ സഭയുടെ അടിസ്ഥാന ഭാവം തന്നെ ഐക്യമാണ്. അവളുടെ ഉറവിടം മൂലം അവൾ ഐക്യപ്പെട്ട് നിൽക്കേണ്ടവളാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യം സഭകളുടെ ഐക്യത്തിന് അങ്ങനെയാണ് മാതൃകയായിത്തീരുന്നത്. സഭൈക്യത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ സുനോദോസിൻ്റെ പ്രമാണരേഖയായ ഊണിത്താറ്റിസ് റിദന്തഗ്രാസിയോ ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാർവത്രിക സഹായമായ ക്രിസ്തുവിൻ്റെ കത്തോലിക്ക സഭയിലൂടെ മാത്രമാണ് രക്ഷയ്ക്കുള്ള ഉപാധികളുടെ പൂർണ്ണത ലഭ്യമാകുന്നത്. ദൈവജനത്തിൻ്റെ ഏകത്വത്തിനുള്ളിൽ ജനതകളുടെയും സംസ്കാരത്തിൻ്റെയും നാനത്വം ഒന്നിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരം വൈവിധ്യത്തിൻ്റെ മഹത്തായ സമ്പന്നത സഭയുടെ ഐക്യത്തിന് വിരുദ്ധമല്ല. എന്നാൽ പാപവും അതിൻ്റെ അനന്തരഫലങ്ങളുടെ ഭാരവും നിരന്തരം ഐക്യത്തിന് ഭീഷണിയാകുന്നു. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഉത് ഊനം സിന്ധ് എന്ന പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പായുടെ ചാക്രിക ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സുവിശേഷത്തിൻ്റെയും രക്ഷാകര കർമ്മത്തിൻ്റെയും കാതലായ സന്ദേശം ഐക്യമാണെങ്കിൽ വിഭജനമെന്നത് സഭയുടെ പല പ്രശ്നങ്ങളിൽ ഒന്നല്ല, മറിച്ച് അത് അവളുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഗൗരവമേറിയ പ്രശ്നമാണ്. അതുകൊണ്ട് സഭയുടെ പരമ്പരാഗതമായ പല പ്രവർത്തനങ്ങളോട് ചേർത്ത് വയ്ക്കുന്ന ഒരു അനുബന്ധമല്ല സഭൈക്യ പ്രവർത്തനങ്ങൾ. അതവളുടെ ജീവിതത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഭാഗമാണ്. തൽഫലമായി സഭ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും
അത് വ്യാപിക്കേണ്ടതുണ്ട്. ഉത് ഊനം സിന്ത് 20. അതുപോലെ തന്നെ വത്തിക്കാൻ സുനോദോസ് പ്രമാണരേഖ്യ 4-ാം ഖണ്ഡികയിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: സഭയിൽ ഐക്യം ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്നായി നിലനിൽക്കേണ്ടതുണ്ടെന്നും കാലാവസാനം വരെ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ടെന്നും സഭ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ പ്രത്യേകമായി പ്രചോദിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: മിഷൻ പ്രവർത്തനങ്ങളിൽ പരസ്പര ധാരണയോടുള്ള സമീപനങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണത്തിന് ത്വരിതഗതിയേകും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ പിതാവായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ സഭൈക്യ ദർശനം എത്രയോ വിസ്മയനീയമാകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സഭകളുടെ ഐക്യം സഭാചരിത്ര പണ്ഡിതനായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മനസ്സിലെ ജീവസുറ്റ വിഷയമായിരുന്നു. ക്രിസ്തു ഒരു സഭയെ സ്ഥാപിച്ചുള്ളൂ. ഇന്ന് പല സഭകൾ ലോകത്തുണ്ട്. അക്രൈസ്തവർക്ക് ഇത് ഒരു എതിർസാക്ഷ്യമായി നിലകൊള്ളുന്നു. സഭകളുടെ ഐക്യം അതിനാൽ പിതാവിനെ ഏറ്റവും ആകർഷിച്ച ഒരു വസ്തുതയാണ്. അത് ഒരു അടിസ്ഥാന ആവശ്യമായിട്ട് അവിടുന്ന് നമ്മുടെ മുൻപിൽ പലപ്പോഴും അവതരിപ്പിക്കുന്നുമുണ്ട്. നാം ഒന്നായിരിക്കുന്ന പോലെ അവർ തമ്മിൽ ഒന്നാകണമെന്ന യേശുവിൻ്റെ പിതാവിനോടുള്ള മനസ്സുരുകി നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഘടകവിരുദ്ധമാണ് ഇന്ന് സഭകളിൽ കാണുന്നതെന്ന് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് പലപ്പോഴും പറയുകയുണ്ടായി. സഭകളിലെ അനൈക്യം ഒരു വലിയ എതിർസാക്ഷ്യമാണ് എന്ന് മാർ ഇവാനിയോസ് പിതാവ് പറയുകയും നാം ഓരോരുത്തരുടെയും അടിയന്തരമായ കടമയും ദൗത്യവും ഈ സഭൈക്യം തിരികെ എടുക്കുക എന്നുള്ളതാണ് മാർ ഇവാനിയോസ് പിതാവ് തന്നെ ശ്രവിച്ചവരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് വേണ്ടി മാർ ഇവാനിയോസ് പിതാവ് ആത്മാർത്ഥമായി ചിന്തിച്ച് മലങ്കര സഭയിലെ പിളർപ്പിനും അനൈക്യത്തിനും ശാശ്വതമായ പരിഹാരമാർഗം എന്നത് മാതൃസഭയായ കത്തോലിക്ക സഭയുമായിട്ടുള്ള പുനരൈക്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സഭകളിലെ പിളർപ്പിനെ മിശിഹായുടെ ശരീരത്തിലെ മുറിവായിട്ടാണ് പിതാവ് കണ്ടിരുന്നത്. ഒരു മുറിവെങ്കിലും ഉണക്കുന്നതിന് എൻ്റെ ശരീരം 1000 കഷ്ണങ്ങളായി മുറിക്കേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാണ് എന്ന് പിതാവ് പ്രസ്താവിച്ചത് ഈ കാരണത്താലാണ്. സഭകളുടെ ദൈവശാസ്ത്രമനുസരിച്ച് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകയാൽ ഒരു സഭയെ ഉണ്ടാകുവാൻ പാടുള്ളൂ. യേശു ക്രിസ്തു സഭയുടെ മണവാളനാണെങ്കിൽ ആ മണവാളന് ഒരു മണവാട്ടിയെ പാടുള്ളൂ. അതുകൊണ്ട് മാർ ഇവാനിയോസ് പിതാവിൻ്റെ സ്വപ്നം സഭൈക്യം എന്നുള്ളത് തന്നെയായിരുന്നു. മരണസമയത്ത് പോലും പിതാവ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ സഭകളുടെ എല്ലാം ഐക്യത്തിന് വേണ്ടി ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കും. സഭകളുടെ ഐക്യം സുവിശേഷ പ്രഘോഷണത്തിന് അത്യാവശ്യമാണ് എന്നുള്ള അവബോധം പിതാവിനുണ്ടായിരുന്നതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് ഒരുങ്ങുന്ന ഓരോ വ്യക്തിയും ഓരോ സമൂഹവും സഭൈക്യത്തിന് വേണ്ടി അടിസ്ഥാനപരമായി പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടു. വിഭജിച്ചു നിൽക്കുന്ന സഭകൾക്ക് ഒരിക്കലും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിളനിലമാകുവാൻ പറ്റുകയില്ല എന്ന തിരിച്ചറിവ് മാർ ഇവാനിയോസ് പിതാവിന് ഉണ്ടായിരുന്നു. മാർ ഇവാനിയോസ് പിതാവിൻ്റെ സഭൈക്യ ദർശനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ മാർ ഇവാനിയോസ് പിതാവ് ചെയ്തതായ പ്രഭാഷണമാണ്. തൻ്റെ മെത്രാൻ സ്ഥാനത്തേക്കുള്ള ആ ഉയർത്തപ്പെടലിന് ശേഷമുള്ള അനുമോദന സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ സഭൈക്യ ദർശനത്തിൻ്റെ കാഹളനാദമായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എല്ലാവരും പഴയ കാലത്ത് ഒരു സഭയായിരുന്ന പ്രകാരം വീണ്ടും യഥാർത്ഥമായ പുനരൈക്യം സാധിച്ച് ഒരു സഭയും ഒരു ഇടയനും എന്ന വിശുദ്ധ വേദോക്തിയെ കേരള സുറിയാനിക്കാരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും യഥാർത്ഥമാക്കുവാൻ ശ്രമിക്കേണ്ടത് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മതസംബന്ധമായ വിഷയങ്ങളിൽ എല്ലാ സുറിയാനി ക്രിസ്ത്യാനികളും തമ്മിൽ യോജിപ്പുണ്ടാകുവാൻ തക്കവണ്ണം നാം ഏവരും പരിശ്രമിക്കേണ്ടിയിരുന്നു. കൂനൻ കുരിശ് സത്യത്തെ തുടർന്ന് വിഭജിതമായ സഭ സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമാണെന്ന പിതാവിൻ്റെ ദർശനം സഭൈക്യ ചിന്തകളിലേക്ക് നയിച്ചു. ബാവ കക്ഷിയും മെത്രാൻ കക്ഷിയും എന്നുള്ള വിഭജനത്തെ തുടർന്ന് ഉണ്ടായ കക്ഷി വഴക്കുകൾക്ക് അതീതമായി ബഥനി ആശ്രമത്തെ സ്ഥാപിച്ച പിതാവ് വിഭജനത്തിന് അതീതമായ നിലപാട് സ്വീകരിച്ചു. ബാവ കക്ഷിയും മെത്രാൻ കക്ഷിയും തമ്മിലുള്ള യോജിപ്പിൻ്റെ ആവശ്യകതയിൽ തുടങ്ങി നവീകരണ ചിന്തകൾ സ്വീകരിച്ച് മാർത്തോമാ സഭയുമായും മറ്റ് സഭാവിഭാഗങ്ങളുമായും യോജിപ്പിൽ പ്രവർത്തിക്കുവാൻ
ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ഏവരെയും ആഹ്വാനം ചെയ്തു. 1925 മുതൽ അദ്ദേഹം പങ്കെടുത്ത സുനോദോസുകളിലും സഭൈക്യത്തെ മുഖ്യപ്രമേയമാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഇത്തരുണത്തിൽ നാം വിസ്മരിക്കരുത്. സഭൈക്യ ദർശനത്തിൻ്റെ ആധുനിക ശൈലി സ്വായത്തമാക്കിയ പിതാവ് കത്തോലിക്ക സഭയുമായുള്ള ഐക്യം കേവലം പുനരാഗമനം എന്നതിനേക്കാൾ രണ്ട് വ്യക്തിഗത സഭകൾ തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ഐക്യം എന്ന തലത്തിലാണ് നയിച്ചതും അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചതും. സമീപകാലത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഉത് ഊനൻ സിന്ദ്, എല്ലാവരും ഒന്നാകുവാൻ വേണ്ടി എന്ന ചാക്രിക ലേഖനം പറയുന്ന പല പ്രബോധനങ്ങളിലും അതിൻ്റെ എക്യുമെനിക്കൽ ദർശനങ്ങളുടെയും പ്രായോഗികമായ സാങ്കത്യം മാർ ഇവാനിയോസ് പിതാവിൻ്റെ ദർശനങ്ങളിലും പ്രവർത്തനങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. ഈ ചാക്രിക ലേഖനത്തിലെ ദർശനങ്ങളുടെ പ്രായോഗിക മാനം മാർ ഇവാനിയോസ് പിതാവിൻ്റെ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളത് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ സഭായിക ദർശനത്തിൻ്റെ ദൈവികമായ മാനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. സഭകളുടെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സഭൈക്യ പ്രാർത്ഥനാ വാരം ഇന്നും നമ്മൾ തുടരുന്നത് മാർ ഇവാനിയോസ് പിതാവിൽ നിന്ന് ഇതിനായി നമുക്ക് ലഭിച്ച പ്രചോദനം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, സഭൈക്യ പ്രവർത്തനത്തിൻ്റെ ക്രാന്തദർശിയും പ്രവാചകനുമായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ സഭൈക്യ പ്രവർത്തനങ്ങളുടെ തീക്ഷ്ണമായ പ്രായോഗിക പ്രതിഫലനം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊണ്ടാടുവാൻ നമുക്ക് പ്രവർത്തിക്കാം. സഭൈക്യ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുവാൻ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദര സഭകളിലെ അംഗങ്ങളോട് ശരിയായ വ്യക്തിബന്ധവും കൂട്ടായ്മയും വളർത്തുക, ഇതര സഭാ സമൂഹത്തിൽപ്പെട്ടവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുക, രോഗി സന്ദർശനം നടത്തുക, ഇതര സഭകളോട് ചേർന്ന് കൂട്ടായ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനാ സംഗമങ്ങൾക്കും വേദികൾ കണ്ടെത്തുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണ്. സഭൈക്യ പ്രവർത്തനങ്ങൾക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്നും മുന്നിൽ നിന്നിട്ടുണ്ട്. 1930 ആരംഭിച്ച പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ആ പ്രയാണം ശതാബ്ദിയിലേക്ക് കടന്നു വരുന്നതായ ഈ വർഷങ്ങളിൽ സത്യത്തിലേക്കുള്ള ഒരു പ്രയാണമായി അത് തീർക്കുവാനും സഭൈക്യ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ അടിത്തറ നൽകുവാനും പ്രചോദനം നൽകുവാനും പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ മക്കളായ നാം ഓരോരുത്തർക്കും കഴിയണം എന്നുള്ളത് മാർ ഇവാനിയോസ് പിതാവിൻ്റെ സഭൈക്യ ദർശനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ സഭ ഒന്നേ ഉള്ളൂ. അവിടുത്തെ സഭാഗാത്രം ഛിന്ന ഭിന്നമാകുവാൻ പാടില്ല. മാർ ഇവാനിയോസ് പിതാവിൻ്റെ ദീപ്തമായ ഓർമ്മ നമ്മളെ ഈ സഭൈക്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുവാൻ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ സഭാദർശനം നമ്മുടെ ജീവിതത്തിൽ കെടാവിളക്കായി നമ്മളെ നയിക്കുകയും ചെയ്യട്ടെ. ദൈവം അതിന് നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ.